ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ലൈറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണം. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 63 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബഹ്റൈനിലെ ഇറാൻ ആക്രമണം നടത്തി കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കുമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേർക്കാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. തിരക്കേറിയ ടെർമിനലിലുണ്ടായതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കൂടി. 55-കാരനായ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. എയർപോർട്ടിലെ ഒരു കരാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മൻസൂർ അഹമ്മദ് റഹ്മാൻ. ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ഇയാളുടെ കുടുംബത്തിനാവശ്യമായ സഹായം നൽകുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. 63 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇതിൽ 7 പേരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. 6 ആശുപത്രികളിലായാണ് പരുക്കേറ്റവരെ ചികിത്സിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ടെർമിനൽ പൂർണ്ണമായി അടച്ചു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും പോയ എയർ ഇന്ത്യ വിമാനങ്ങൾ കുവൈറ്റിൽ ഇറക്കാതെ തിരിച്ചുവിട്ടു. കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ബഹ്റൈന് നേർക്ക് മിസൈൽ ആക്രമണമുണ്ടായെന്നും ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കനത്ത പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. 24 ദുബായ്. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 3 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും 2 യുവാക്കളുമാണ് ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിലുള്ളത്. വിമാനത്താവളത്തിനുള്ളിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ. മുഹമ്മദ് റഹീസാണ് UAE-യിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, 3 മലയാളികൾ ഉൾപ്പെടെ 63 പേർ എന്നാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത്? ഇതിൽ ഈ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ 63 എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക്. അത് 65ഉം 67ഉം ഒക്കെയായി ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് കുവൈറ്റ് മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് അത്തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള രീതിയിൽ 63 എന്ന് പറയാൻ കഴിയും. അതിലാണ് 3 മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ മലയാളികൾ ഈ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു അനൌദ്യോഗിക വിവരം ഉണ്ടായിരുന്നു. അതിനെ സ്ഥിരീകരിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത് 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ 12 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത് എന്നുള്ള സ്ഥിരീകരിച്ച വിവരം ഇപ്പോൾ നൽകാൻ കഴിയും. ആകെ 12 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 63-ൽ 12 പേരാണ്. നേരത്തെ അത് 6 പേർക്കാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത് എന്നുള്ളതായിരുന്നു വിവരം. പക്ഷെ അത് 12ആയി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കുവൈറ്റ് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരോടൊക്കെ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 2 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും ഇപ്പോൾ കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരോട് രാജ്യം വിടാൻ 24 മണിക്കൂറിനകം തന്നെ രാജ്യം വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ബഹ്റൈനിലൊക്കെ IRGC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവർക്ക് വിവരങ്ങൾ നൽകുന്ന ചില ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 പേരെയാണ് നിലവിൽ ബഹ്റൈനിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ തമ്മിൽ സംസാരിക്കുന്നത് തുടരുകയാണ്. UAE, കുവൈറ്റ് തമ്മിൽ രാജ്യത്തലവന്മാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ അതോറിറ്റികൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പലതരത്തിലുള്ള സഹായം നൽകി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാകെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അടുത്തൊരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനായിട്ടുള്ള നടപടികൾ, അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെയും നടത്തിയിട്ടുള്ളതായി എല്ലാ രാജ്യങ്ങളും പറയുന്നുമുണ്ട്. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ ആശങ്കാജനകമാണ് പശ്ചിമേഷ്യയിൽ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഡൽഹി മാളവ്യ നഗറിൽ ഫ്ലോറിഷ് ഇൻ ഹോട്ടൽ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 8 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ 18 പേർ വിദേശികളാണ്. 41 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ദുരന്തത്തിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അന്വേഷണം ആരംഭിച്ചു. ഹോട്ടൽ ഉടമകളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിഷ് ഇൻ എന്ന ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന റെസ്റ്റോറന്റിൽ രാവിലെ 8:45 സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. അഗ്നി മുകളിലത്തെ നിലകളിലേക്ക് പടർന്നതോടെ ഹോട്ടലിലെ അതിഥികളെല്ലാം കുടുങ്ങി. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളുമാണ് അപകടത്തിലകപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം പൂർത്തിയായപ്പോഴേക്കും
പലരും ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ഭൂരിഭാഗവും നൈജീരിയ, മൊസാംബിക്, സൊമാലിയ, ലൈബീരിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളാണ്. പരിക്കേറ്റ 41 പേരെ ഡൽഹി എയിംസിലും മാക്സ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇടുങ്ങിയ വഴികളിലൂടെ അഗ്നിശമന സേനയടക്കം രക്ഷാപ്രവർത്തകർ എത്താൻ വൈകിയതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി കൈകാലുകൾ ഒടിഞ്ഞവരും ചികിത്സയിലുണ്ട്. ദുരന്ത സ്ഥലത്ത് ഫോറൻസിക് പരിശോധന തുടരുകയാണ്. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച ഫയർഫോഴ്സ് ഗുരുതര നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമവിരുദ്ധമായി 25 മുറികൾ പ്രവർത്തിക്കുന്നതും അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെയും എമർജൻസി എക്സിറ്റുകളുടെയും അഭാവവും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസും മുനിസിപ്പൽ കോർപ്പറേഷനും അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു. ഡൽഹിയിലെ തുടർച്ചയായ അപകടങ്ങൾക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കർശന പരിശോധന നടത്താനാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചികിത്സയിലുള്ളവർക്ക് എല്ലാ സഹായങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ധനസഹായം പ്രഖ്യാപിച്ചത്. നിയമലംഘനങ്ങളും നിയമലംഘകർക്ക് സ്തുതി പാടുന്ന സർക്കാരുകളുമാണ് ഡൽഹിയിലുള്ളത്. വീണ്ടും ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ ഇതുപോലെയുള്ള അനാസ്ഥകൾക്കെതിരെ ഇനിയൊരു ചോദ്യം ഉയരുള്ളൂ. അപകട സ്ഥലത്തു നിന്നും ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം അർജുൻ പിതാംബരൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകര മണ്ഡലത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട ആഭ്യന്തര വകുപ്പ്. കോഴിക്കോട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. SIT അന്വേഷണം ആവശ്യപ്പെട്ട് പാറയ്ക്കൽ അബ്ദുള്ള MLA നൽകിയ കത്തിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയ തീരുമാനം. ക്രൈംബ്രാഞ്ച് DYSP T മനോഹരനായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. വടകര പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പേർ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. MSF നേതാവായ മുഹമ്മദ് കാസിമാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു ആരോപണം. എന്നാൽ ആരോപണം നിഷേധിച്ച കാസിം ഫോൺ പോലീസിന് കൈമാറി. തുടരന്വേഷണത്തിൽ CPIM അനുകൂല സൈബർ പേജുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്ന് കണ്ടെത്തി. DYFI പ്രവർത്തകനായ റിവേഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്നാണ് ആദ്യം സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ തുടർ നടപടികളുണ്ടായില്ല. പിന്നീട് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് LDF സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന പ്രചാരണത്തെക്കുറിച്ചും പ്രത്യേക സംഘം അന്വേഷിക്കും. 24 കോഴിക്കോട്. വിഷയത്തിൽ വടകരയിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയുടെ പ്രതികരണം വരുന്നു. SIT അന്വേഷണം നടക്കട്ടെയെന്നും സ്ക്രീൻഷോട്ടിൽ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെയെന്നും KK ശൈലജ പറഞ്ഞു. താൻ വടകരയിലെ സ്ഥാനാർത്ഥി മാത്രമായിരുന്നു, വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടില്ല എന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. നടക്കട്ടെ, ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അല്ല, അതെ, അന്വേഷണം നടക്കാൻ പ്രഖ്യാപിച്ചതിന് ഞാൻ സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും നടക്കൂലേ. ആയിക്കോട്ടെ, അതിന്റെ അന്വേഷണം നടക്കട്ടെ. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതാരാന്നുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഇല്ല, വർഗീയ ധ്രുവീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ശ്രമം എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കാറില്ലേ. ഇത് ആരാന്നുള്ള കണ്ടുപിടിക്കട്ടെ. ശരി. മറ്റു വാർത്തകളിലേക്ക്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും തീരുമാനമായില്ല. കേസിൽ നരഹത്യാശ്രമം ചുമത്തിയ SIT നടപടിയെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ചോദ്യം ചെയ്തു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഹർജി ശനിയാഴ്ച വീണ്ടും പരിഗണിക്കും. ജാമ്യഹർജിയിൽ ഇന്ന് നടന്നത് വിശദവാദം. നരഹത്യാശ്രമം ചുമത്തിയത് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് കോടതി ചോദിച്ചു. മെയ് 30 മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് മുമ്പായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ സമയത്ത് മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിയുടെ ഫോറൻസിക് പരിശോധനാ ഫലവും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും SITക്കോ കോടതിക്കോ ലഭ്യമായിരുന്നില്ല. ഈ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാവൂ എന്ന് മുൻപ് കോടതിയെ ധരിപ്പിച്ച SIT റിപ്പോർട്ടുകൾ ലഭ്യമല്ലാതെ എങ്ങനെ നരഹത്യാശ്രമം ചുമത്തിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. നരഹത്യാശ്രമം ചുമത്തേണ്ട കുറ്റകൃത്യം നടന്നോ എന്നും പരിക്കുകൾ നിസ്സാരമല്ല എന്നുമുള്ള ചോദ്യത്തിന് വാദിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചത് വൈകാരികമായി. പ്രചരിക്കുന്ന ദൃശ്യങ്ങളൊന്നും കോടതി കാണുന്നില്ല എന്നും വിഷമം തോന്നുന്നെന്നും അഭിഭാഷകൻ.
ഇതോടെയാണ് ദൃശ്യങ്ങളുടെ ആധികാരികതയിലേക്ക് കോടതി കടന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങളല്ലാതെ പോലീസ് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങളില്ലേ എന്ന് കോടതി ചോദിച്ചു. ലോക്കൽ പോലീസ് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നില്ലെന്ന് SIT മറുപടി നൽകിയെങ്കിലും മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റഫർ റിപ്പോർട്ട് ഉയർത്തി പ്രതിഭാഗം എതിർത്തു. ഈ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ CD-യിലാക്കി ഔദ്യോഗിക കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ വശങ്ങളും അന്വേഷിക്കാതെ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെയാണോ SIT പ്രവർത്തിക്കുന്നതെന്ന് കോടതി തുറന്നടിച്ചു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളും ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനാ ഫലങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. 24 ആലപ്പുഴ. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിന് പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെ എന്ന് അദ്ദേഹം പറയുന്നു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികളെന്നും ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, ഈ രാഷ്ട്രീയപരമായ പല പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും കൊണ്ട് എന്നും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം എന്താണ്? ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലിത്തയായിട്ടുള്ള ഗീവർഗീസ് മാർ കൂറിലോസ്. നിലവിൽ എന്തായാലും വിവാദമായിട്ടുള്ള വൈദ്യുമന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തത് ഒരു സമഗ്ര മാറ്റത്തിനായിരുന്നു, അല്ലാതെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റുവാനായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം അത് സ്വജനപക്ഷപാതം തന്നെയാണ്. ബന്ധു നിയമനം പ്രതിഷേധാർഹമെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത പറയുമ്പോൾ മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികളെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നടപടി ഉടൻ തന്നെ പിൻവലിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ വിവിധ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്ത കൂടിയാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. ഈ നിലവിൽ എന്തായാലും വിവാദമായിട്ടുള്ള സണ്ണി ജോസഫിന്റെ ബന്ധു നിയമന വിവാദത്തിലാണ് അദ്ദേഹം നിലപാട് പറയുന്നത്. ജനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ബന്ധു നിയമനമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി ഷിജോ. വൈദ്യുത മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ബെന്നി തോമസിനെ നിയമിച്ചത് DCC നിർദ്ദേശപ്രകാരം എന്ന് പറയുകയാണ് കണ്ണൂർ DCC പ്രസിഡന്റ്. സണ്ണി ജോസഫിന്റെ ബന്ധു ആണെന്ന കാരണത്താലല്ല ബെന്നി തോമസിനെ നിയമിച്ചത്. ദീർഘകാല രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പരിചയം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ PP ദിവ്യയെ പിന്തുണച്ച് ഫേസ്ബുക്ക് വീഡിയോയുമായി പത്തനംതിട്ടയിലെ CPIM നേതാവ്. PP ദിവ്യ തെറ്റുകാരിയല്ല, CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായാൽ ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യുമെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PP ഹർഷകുമാർ പറഞ്ഞു. ഒരു ഭരണാധികാരി തലത്തിൽ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അവിടെ ഒരാൾ ഒരു പെട്രോൾ പമ്പിന് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകി. ആ അപേക്ഷ മനഃപൂർവ്വമായി നിരസിക്കുന്നു, അല്ലെങ്കിൽ ആ അപേക്ഷ തീരുമാനമാകാതെ മാറ്റിവെക്കുന്നു. PP ദിവ്യയും അത്തരത്തിലൊരു നിർദ്ദേശമല്ലാതെ മറ്റെന്തെങ്കിലും അനാവശ്യം കാണിച്ചതായി പറയാൻ കഴിയില്ല. പക്ഷേ PP ദിവ്യ നിരന്തരമായി പറഞ്ഞിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്ന നവീൻ ബാബു ഒരു സുപ്രഭാതത്തിൽ അതിന് അനുമതി കൊടുത്തത് PP ദിവ്യയെ അറിയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിലായാലും ഇപ്പൊ CBI അന്വേഷിച്ചാലും എങ്ങനെ ഒരു പരാമർശം കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ ഭരണാധികാരികൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് ഇന്നും ഇന്നലെയല്ല, അത് പണ്ട് മുതലേ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നില്ലേ. 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പരിഷ്കരണം CBSE നടപ്പാക്കിയത് തിടുക്കത്തിൽ. പരീക്ഷണഘട്ടത്തിൽ നേരിട്ട സാങ്കേതിക പിഴവുകൾ അവഗണിച്ചു എന്നാണ് വിവരം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജനുവരിയിൽ നടന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ പരീക്ഷണഘട്ടത്തിൽ തന്നെ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ഉത്തരക്കടലാസുകളിൽ ബ്ലാങ്ക് കാണുന്നുവെന്നും മാർക്ക് നൽകുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും പ്രിൻസിപ്പൽമാർ, അധ്യാപകർ എന്നിവരടങ്ങുന്ന സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് 1 വർഷത്തിനു ശേഷം ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടപ്പാക്കിയാൽ മതിയെന്ന വിദഗ്ധരുടെ റിപ്പോർട്ട് തള്ളിയാണ് CBSEയുടെ തിടുക്കത്തിലുള്ള നീക്കം. പരീക്ഷാ ക്രമക്കേടിൽ രാധാ ചൌഹാൻ അംഗമായ ഏകാംഗ സമിതി അന്വേഷണം ആരംഭിച്ചു. ടെൻഡർ നടപടികളുടെ വിവരങ്ങൾ തേടും. ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചാകും അന്വേഷണം. പുനർമൂല്യനിർണ്ണയ പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം വിദ്യാർത്ഥികൾ
അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചുവെന്ന് CBSE വ്യക്തമാക്കി. അതിനിടെ CBSE ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാകില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. 24 ഡൽഹി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കടുപ്പിക്കുകയാണ് CJPയും. വീഴ്ചയുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണം. ജനാധിപത്യമെന്നാൽ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നതുകൂടിയാണെന്ന് അവർ പറയുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന ഒറ്റ ആവശ്യം ഉന്നയിച്ചാണ് ശനിയാഴ്ച ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധമെന്നും CJP വക്താക്കൾ അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കളായി സൗരവ് ദാസ്, വിജേത ദഹിയ, അശുതോഷ് റാങ്കെ എന്നിവരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ മൂവരും ചേർന്ന് വാർത്താസമ്മേളനം വിളിച്ചത്. ആദ്യ സമരത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന ഒറ്റ ആവശ്യമാണ് ഉന്നയിക്കുന്നതെന്ന് CJP. വീഴ്ചകളുടെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണം. അതിനാലാണ് രാജി ആവശ്യപ്പെടുന്നത്. हम लोगों का ये यूथ पॉलिटिकल मूवमेंट है एंड हम लोगों की डिमांड यही है कि there has to be accountability in the system. There has to be accountability. Dharmendra Pradhan must resign. അഭിജിത് ദീപ്കെ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിലെത്തും. എല്ലാവരും ഒരുമിച്ച് അഭിജിത്തിനെ സ്വീകരിക്കും. ശേഷം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി സമരത്തിനായി അനുമതി തേടുമെന്നും CJP വക്താക്കൾ. अभिजीत दिपके जी 6 जून को आएंगे. वहाँ पे he has called upon his supporters to come to the airport and उनको रिसीव करें एंड साथ में वहाँ से वांगचुक जी के साथ सब पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे. We will ask for permission to protest. ഭാവി പരിപാടികൾ കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും CJP വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസിനെ അനുസ്മരിച്ച് കോഴിക്കോട്. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മികച്ച സഹകാരി, കായിക സംഘാടകൻ തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് TP ദാസിനെ ഓർത്തെടുക്കുകയാണ് കോഴിക്കോട്. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് TP ദാസിന് അനുസ്മരണം നടന്നത്. നവകായിക കേരളത്തിനായി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ TP ദാസൻ കൌൺസിലിലെ സൗമ്യമുഖമായിരുന്നെന്നും TP ദാസന്റെ നിര്യാണത്തിലൂടെ മികച്ച കായിക സംഘാടകനെയാണ് നഷ്ടമായതെന്നും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു വഴികാട്ടി, നമുക്ക് എല്ലാവർക്കും ഒരു വഴികൈകൾ കൊടുക്കുവാൻ മറ്റ് പല രംഗങ്ങളിലും പാർട്ടിയിലായാലും അതുപോലെ തന്നെ കൗൺസിലിന്റെ കോർപ്പറേഷന്റെ മേയറായിരുന്ന സമയത്തും അതിലൊക്കെ ഉപരി സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദാസേട്ടനെ നമ്മൾ എല്ലാവരും ഇന്ന് കേരളമല്ല ഇന്ത്യയിൽ മുഴുവൻ തന്നെ അറിയപ്പെടുന്നത്. അത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സ്പോർട്സിൻ്റെ ഒരു സംഘാടകൻ, സ്പോർട്സിനെ സ്നേഹിക്കുന്ന, സ്പോർട്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ്. നമുക്ക് വളരെ അഭിമാനം നൽകുന്ന നിമിഷങ്ങളാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാം വളരെ കുറ്റമറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുകയും സമർത്ഥമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാഠവും അദ്ദേഹത്തിനുണ്ട്. എനിക്ക് മനസ്സിലായത് പല പ്രസിഡന്റുമാരും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി വന്നിട്ടുണ്ടെങ്കിലും വളരെ ആസൂത്രണപരമായി കാര്യങ്ങൾ ചിട്ടയോട് നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. സാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. TP ദാസേട്ടൻ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായിരിക്കുമ്പോൾ അന്നത്തെ കായിക മന്ത്രിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം ആ മനുഷ്യന് അവസാനത്തെ പോയിന്റ് വരെയുള്ള കാര്യം അറിയാമെന്നുള്ളതാണ്. അത് ഒരു മാച്ച് വരുന്ന സമയത്ത് അതിന്റെ സംഘാടകനായി ബാക്ക് സ്റ്റോപ്പറായിട്ടും മിഡ്ഫീൽഡായിട്ടും സ്ട്രൈക്കറായിട്ടും ഒക്കെ ദാസേട്ടന് റോൾ എടുക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ദാസേട്ടനാണ് നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് നീതി പുലർത്താൻ നമുക്കൊന്നും വലിയ പറ്റിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ റോയ് ജോൺ, O രാജഗോപാൽ, MM മോഹനൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ദീപക് ധർമ്മടം, കമാൽ വരദൂർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 24 കോഴിക്കോട്. ഇന്ത്യൻ ട്വന്റി ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവ് പുറത്തേക്കെന്ന സൂചന. മോശം ഫോമിൽ തുടരുന്ന സാഹചര്യത്തിൽ താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ക്യാപ്റ്റൻസിക്ക് ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, കുറേ നാളുകളായി അന്തരീക്ഷത്തിലുള്ള വാർത്തയാണ് നാളെ നിർണായകമായ തീരുമാനം. സൂര്യകുമാറിന്റെ ഭാവി നാളെ അറിയാമല്ലേ?
തീർച്ചയായും ഇതില്ല, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ 2020 പരമ്പരകൾക്കുള്ള ടീമിനെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം നാളെ BCCIയുടെ ടീം മാനേജ്മെന്റിന്റെ യോഗം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിലാണ് സൂര്യകുമാർ യാദവിനെ ഒരുപക്ഷെ ഇന്ത്യൻ 2020 ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമുള്ള കാര്യം, അവസാനമായി ഇന്ത്യ കളിച്ച T20 മത്സരം എന്ന് പറയുന്നത് 2020 ലോകകപ്പാണ്. അതിൽ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന നായകനാണ്. അദ്ദേഹത്തിന് ഇനിയൊരു മത്സരം പോലും കിട്ടാതെ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നത് കൗതുകമുണ്ട്. ഇതെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ സമീപകാലത്ത് സൂര്യകുമാർ യാദവിന്റെ മോശം ഫോം വല്ലാത്ത രീതിയിലാണ്. അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി വന്നതിൽ പിന്നെ അദ്ദേഹത്തിന് കാര്യമായി ബാറ്റ് കൊണ്ട് തിളങ്ങാനായിട്ടില്ല. ലോകകപ്പിൽ പോലും ആദ്യ മത്സരത്തിൽ ഒഴിച്ച് അദ്ദേഹത്തിന് കാര്യമായ സംഭാവന ഉണ്ടായിട്ടില്ല. IPL-ലും കൂടി മോശം ഫോമിലായതോടുകൂടിയാണ് താരത്തെ മാറ്റുന്നത്. ഇനി പകരം ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, നമ്മുടെ സഞ്ജു സാംസൺ എന്നിവർക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഗൗതം ഗംഭീറിന് കൂടുതൽ താല്പര്യം സഞ്ജുവിനെ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദില്ല. ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ പദവിയിലേക്ക് സഞ്ജു സാംസൺ എത്തുമോ എന്നാണ് ആകാംക്ഷ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 5 ദിവസം 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ വീടിന് കേടുപാട് സംഭവിച്ചു. ചക്രവാത ചുഴി ദുർബലമായി. കാലവർഷക്കാറ്റ് കേരള തീരത്തേക്ക്. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിയേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെയാണ് വിലക്ക്. കാലവർഷം അവസാനിക്കുന്നതുവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊല്ലം മുണ്ടയ്ക്കൽ ഈസ്റ്റ് കളീക്കൽ കടപ്പുറത്ത് അങ്കണവാടിയുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന തകര ഷീറ്റ് തകർന്നു വീണു. തൊട്ടടുത്തുള്ള വീടുകൾക്ക് നേരിയ കേടുപാട് സംഭവിച്ചു. 10-12 പിള്ളേരുണ്ട് ഇവിടെ. ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. പിള്ളേർ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് 3 മണിക്കൊക്കെയാണ് 2:30 മണിക്കൊക്കെയാണ് നടന്നുണ്ടെങ്കിൽ പിള്ളേർക്കെല്ലാം അപകടം പറ്റിയാണ്. മഴയെ തുടർന്ന് തൃശൂർ വടക്കഞ്ചേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ബൈക്കുകളും സിലിണ്ടറും കിണറ്റിലകപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ലൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.